നമ്മുടെ ശരീരത്തിനകത്തേക്ക് സ്വീകരിക്കുന്നതെല്ലാം യഥാർത്ഥത്തിൽ ആഹാരം തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളെ സ്വീകരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പന്നി ഫിലോസഫിയാണ് എന്ത് വേണമെങ്കിലും കഴിക്കും. താങ്കൾ പറഞ്ഞു ഇങ്ങനെ എന്തിനെങ്കിലും കൊന്നിട്ട് കഴിക്കുന്നത്. കുട്ടികൾ ഇപ്പോൾ വേറെ രീതിയിലാണ് വളരുന്നത്. അവരുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ സ്വഭാവത്തിന് രൂപീകരിക്കാൻ സാധിക്കും. ഒരു തക്കാളി മുറിക്കുന്നത് പോലെ തന്നെയാണോ ഒരു ജീവിയുടെ കഴുത്തറുക്കുന്നത്? ഒരു വ്യക്തി ആഹാരം സ്വീകരിക്കുന്നത് നോക്കി നമുക്ക് ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പലരും ആത്മാർത്ഥമായിട്ട് ഗ്രേസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥന നടത്തി ചൊല്ലിയിട്ട് ദൈവത്തിന് സമർപ്പിച്ചൊക്കെ അവർ കഴിക്കാറുണ്ട്. അപ്പോൾ അതേ ഒരു തത്വം തന്നെ ആയിരിക്കും ഇത്. നമ്മൾക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കെമിക്കൽ ലബോറട്ടറീസിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ ഭാഗം നമ്മൾക്ക് കാണാൻ സാധിക്കും. ചില വ്യക്തികൾ പറയാറുണ്ട് അങ്ങനെ വെജ് നോൺ വെജിൻ്റെ ഒരു വ്യത്യസ്തത ആവശ്യമില്ല. ഹരേ കൃഷ്ണ. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മുടെ കൂടെ വന്നെത്തിയിരിക്കുന്നത് ശ്രീമാൻ വിജയ മുകുന്ദദാസ് പ്രഭുവാണ്. ഹരേ കൃഷ്ണ. അദ്ദേഹം ഇസ്കോൺ ഗുരുവായൂരിലെ ബ്രഹ്മചാരിയും അതിനു മുൻപ് MSc മൈക്രോബയോളജി ബിരുദം നേടി കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ റിസർച്ച് ഫെല്ലോ ആയി പല വർഷം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലുള്ള ഒരു വ്യക്തിത്വത്തെ നമ്മൾ ഇന്ന് വിളിക്കാൻ കാരണം ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ 3 നേരം ദിവസവും ചിന്തിക്കുന്ന ഒരു വിഷയം, ചില വ്യക്തികൾ അതിലും കൂടുതൽ ചിന്തിക്കുന്ന ഒരു വിഷയമായിരിക്കാം ആഹാരം, ഫുഡ് ആൻഡ് അതിൻ്റെ ആത്മീയ പ്രാധാന്യം. ഇതിനെക്കുറിച്ച് ഒരു ഗഹനമായൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പ്രഭുവിനെ നമ്മൾ ഇന്ന് സ്റ്റുഡിയോയിലേക്ക് വിളിച്ചിരിക്കുന്നത്. പ്രഭു, സ്വാഗതം. ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ആഹാരം എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവർക്കും വേണ്ടതാണ് അതെ, അല്ലേ? എല്ലാവരും സ്വീകരിക്കുന്നതാണ്. എല്ലാവരും സ്വീകരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ പല വ്യക്തികളും ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്നത് ആഹാരം വഴിയാണ്. ഒരുപാട് ഭക്തന്മാർ. സോ ഒരിക്കലും രുചിച്ചാലും മറക്കാത്ത പ്രസാദത്തിൻ്റെ ഉടമകളാണ് എന്നും പറഞ്ഞു കേൾക്കാറുണ്ട്. സോ ആദ്യമായിട്ട് ഈ ആഹാരം എന്ന് പറയുന്നതിനെ ഒന്ന് ശാസ്ത്രീയമായി നിർവചിക്കാമോ? സാധാരണ ആഹാരം എന്ന വാക്ക് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ഒരു പ്ലേറ്റ്, അതിൽ കുറേ ചോറ്, സാമ്പാർ, ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾക്ക് ഒരു ചിത്രം വരുന്നത്, മനസ്സിലൊരു ചിത്രം വരുന്നത്. പക്ഷെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ആഹാരത്തിനെ നിർവചിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാം, നമ്മുടെ ശരീരത്തിനകത്തേക്ക് സ്വീകരിക്കുന്നതെല്ലാം യഥാർത്ഥത്തിൽ ആഹാരം തന്നെയാണ്. അങ്ങനെ നമ്മൾക്ക് പറയാൻ. അതെ, നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളെ സ്വീകരിക്കുന്നു. കണ്ണുകൾ സ്വീകരിക്കുന്നു, പല കാഴ്ചകൾ സ്വീകരിക്കുന്നു, പല ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിലൂടെ നമ്മൾ സ്വീകരിക്കുന്നു, മൂക്കിലൂടെ പല ഗന്ധങ്ങൾ സ്വീകരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ശരീരത്തിനകത്തേക്ക് സ്വീകരിക്കുന്നതാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ആഹാരം തന്നെയാണ്. ആഹാരത്തിന് ഇത്രയൊരു വ്യാപ്തി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്തൊരു ചോദ്യം, നമ്മൾ കഴിക്കുന്ന ആഹാരം തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു വ്യക്തി പറഞ്ഞു കേട്ടു, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഒരു 2-3 കിലോ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പല വർഷങ്ങളാവുന്ന സമയത്ത് നമ്മളൊരു 70-80 കിലോ നമ്മൾ വെയിറ്റ് നമുക്ക് ശരീരത്തിന് ഭാരം വരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ ഈ ആഹാരം കാരണം വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരമായാലും ഇനി ഒരു പക്ഷേ മനസ്സായാലും ഇതൊക്കെ ആ ആഹാരത്തിൻ്റെ തന്നെ ഒരു രൂപാന്തരണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലോ അല്ലേ? അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കഴിച്ചിട്ടുള്ള ആഹാരമാണ്.
ഇത്രയും ഒരു 10 വർഷം മുന്നേയുള്ള നമ്മുടെ ശരീരമല്ല ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന നമ്മളെന്ന് പറയുന്നത് നമ്മൾ മുന്നേ കഴിച്ചിട്ടുള്ള ആഹാരം തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. അത് മനുഷ്യന്മാർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള ആഹാരങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ചില ജീവജാലങ്ങൾ നമ്മൾ ആഹാരം കഴിക്കുന്നത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്. നമ്മൾ ആ, വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു ആഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി. പക്ഷേ ചില ജീവികൾ വളരെ ലളിതമായിട്ട് ആഹാരം സ്വീകരിക്കുന്നു. നമ്മൾ ആഹാരം സ്വീകരിക്കുന്നത് വായിലൂടെയാണ്. ചില ജീവികൾ ആഹാരം അതിൻ്റെ കാലിലൂടെ സ്വീകരിക്കുന്നു. ചില ജീവികൾ ഒരു ദ്വാരത്തിലൂടെ സ്വീകരിച്ച് ആഹാരം സ്വീകരിക്കുന്നതും വിസർജ്യം പുറത്തേക്ക് കളയുന്നതും എല്ലാം ഒരു കൂടെ തന്നെയാണ്. അങ്ങനെയുള്ള പല അങ്ങനെ ജീവികൾ, ജീവികളുണ്ടോ? ഹൈഡ്ര പോലുള്ള ജീവികൾ നമ്മൾക്ക് സ്കൂളിലൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ ആഹാരം സ്വീകരിക്കുന്നതും പുറത്തേക്ക് വിസർജിക്കുന്നതും ഒരു ദ്വാരത്തിലൂടെ തന്നെയാണ്. ചില ജീവികൾക്ക് വായ തന്നെ ഉണ്ടാവില്ല. വായയില്ലാതെ ആഹാരം കാണുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ശരീരത്തിൽ ഒരു വായ പ്രത്യക്ഷപ്പെട്ട് അവർ പെട്ടെന്ന് ആഹാരം സ്വീകരിക്കുന്ന രീതികൾ നമ്മളിത് കാർട്ടൂണിലൊക്കെ എങ്ങനെ കണ്ടിട്ടുണ്ട്. യഥാർത്ഥമായിട്ട് അമീബ പോലുള്ള ജീവികൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അവർക്ക് പ്രത്യേകിച്ച് വായൊന്നുമില്ല. ആഹാരം കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഭാഗം വായ പോലെ രൂപപ്പെടുത്തി ആഹാരം അകത്തേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആഹാരത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആഹാരം സ്വീകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. പിന്നെ സാധാരണ നമ്മൾ ആഹാരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ക്ലാസിഫിക്കേഷനാണ് വെജ്, നോൺ വെജ് എന്നുള്ള രീതിയിൽ സാധാരണ ഒരു വിവേചനം പറയാറുണ്ട്. അതെ. ചില വ്യക്തികൾ പറയാറുണ്ട് അങ്ങനെ വെജ്, നോൺ വെജ് എന്നുള്ളൊരു വ്യത്യസ്തത ആവശ്യമില്ല. കാരണം ഈവൻ വെജിറ്റേറിയൻസ് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാല് കുടിക്കുന്നു, പശുവിൻ പാല് കുടിക്കുന്നു. അത് ഒരു ചെടിയിൽ നിന്ന് വരുന്നതല്ലല്ലോ. റബ്ബർ അതെ. പാലല്ലല്ലോ, പശുവിൻ പാലല്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ അത്ര പ്രസക്തി ഇല്ലെന്നും ഏത് ആഹ്, ഭക്ഷണം വേണമെങ്കിലും ഏത് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാം. വേണമെങ്കിലും ആവാം എന്നുള്ള രീതിയിലൊക്കെ പല ഐഡിയാസ്, പല ചിന്താധാരകളും ഉണ്ട്. തീർച്ചയായും. അപ്പോൾ ഒരു ആധ്യാത്മിക പ്രസ്ഥാനത്തിൽ ഒരു സ്പിരിച്വൽ പാത്ത് ഫോളോ ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഭഗവത്ഗീത പോലുള്ള ശാസ്ത്രങ്ങളിലൊക്കെ ഈ ആഹാരത്തിൻ്റെ തരംതിരിവുകൾ വെജ്, നോൺ വെജ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു തരംതിരിവുകൾ കൊടുത്തിട്ടുണ്ടോ? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ ശാസ്ത്രത്തിലും വളരെ പ്രായോഗികമായ ആഹാര സിദ്ധാന്തമാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ജീവോ ജീവസ്യ ജീവനം. ഒരു ജീവിക്ക് ആഹാരത്തിന് വേണ്ടി മറ്റൊരു ജീവിയെ തീർച്ചയായിട്ടും ആശ്രയിക്കേണ്ടി വരും. മറ്റൊരു ജീവിയെ ആശ്രയിക്കാതെ നമ്മൾക്ക് ആഹാരം കഴിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയാണോ? മിക്കവാറും അങ്ങനെയാണെന്ന് തന്നെ തോന്നുന്നു. മേ ബി ഒരു ഗ്ലൂക്കോസോ വല്ലതുമൊക്കെ നമുക്ക് കെമിക്കൽ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നല്ലാതെ അല്ലേ? ബാക്കിയുള്ള ആഹാരങ്ങൾ കെമിക്കൽ ലബോറട്ടറീസിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ ജീവിയുടെ ഭാഗം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടാൻ. ഓക്കെ, ഓക്കെ. എല്ലാം നമ്മൾക്ക് പൂർണ്ണമായിട്ടും കൃത്രിമമായിട്ട് ഒരു ആഹാര വസ്തു നമ്മൾക്ക് നിർമ്മിക്കാൻ സാധിക്കുകയില്ല. സമ്മതിക്കുന്നു. അല്ലേ? അതെ. അപ്പോൾ എന്നാൽ അതിൽ തന്നെ വലിയ വ്യത്യസ്ത നിലവാരങ്ങളുണ്ട്. താഴ്ന്ന തരം ജീവികൾ പറയും അവർക്ക് എന്ത് ആഹാരം വേണമെങ്കിലും സ്വീകരിക്കാം. അവർക്ക് ആഹാരത്തിൽ വലിയ ഡിസ്ക്രിമിനേഷൻ, വിവേചന ബുദ്ധിയില്ല. ഉദാഹരണത്തിന് പന്നി പോലെയുള്ള ജീവികൾ അവർക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവർ കഴിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പന്നി ഫിലോസഫിയാണ് എന്ത് വേണമെങ്കിലും കഴിക്കാം, ഞാൻ എന്ത് കിട്ടിക്കഴിഞ്ഞാലും കഴിക്കും എന്ന് പറയുന്നത് താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു ചിന്തയാണ്. പക്ഷേ വിവേചന ബുദ്ധിയോടുകൂടി ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത്, ഞാൻ സ്വീകരിക്കുന്ന ഭക്ഷണം എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇതെല്ലാം ചിന്തിച്ച് കഴിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള ചിന്ത. അതിന് ഉദാഹരണം ഭഗവത്ഗീതയിലും നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു വ്യക്തി ആഹാരം സ്വീകരിക്കുന്നത് നോക്കി നമ്മൾക്ക് ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനോട് ചർച്ച ചെയ്തോ അദ്ദേഹത്തിനോട് ചോദിച്ചോ ഒന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല.
അദ്ദേഹം എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്? അദ്ദേഹം ഏത് തരത്തിലുള്ള ആഹാരമാണ് സ്വീകരിക്കുന്നത്? എന്നെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും. പണ്ടുകാലത്ത് നമ്മുടെ പൂർവികന്മാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അപ്പോൾ അവർ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വീട്ടിലുള്ള പെൺകുട്ടിയുടെ വിവാഹം നടക്കാൻ പോകുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആ പയ്യൻ, ആ വരൻ ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്ന് അവർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ വരന് പ്രത്യേകമായിട്ട് അവർ ഒരു ഭക്ഷണം ഒരുക്കി, വിരുന്നൊരുക്കി ആ വരന് അവർ പ്രത്യേകം സൽക്കാരം ഏർപ്പെടുത്തും. ആ സൽക്കാരം എന്തിനാ വെക്കുന്നത്? അതിൽ അവർ നിരീക്ഷിക്കുന്നുണ്ട്. ആ വരൻ ഏത് തരത്തിലുള്ള ആഹാരമാണ് സ്വീകരിക്കുന്നത്? ഏതെല്ലാം തരത്തിലുള്ള ആഹാരമാണ് ഇഷ്ടപ്പെടുന്നത്? ഇതെല്ലാം നോക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ സ്വഭാവം ഏത് നിലവാരത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ശാസ്ത്രങ്ങളിലും നമ്മൾക്ക് ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ ഒരു വ്യക്തി സ്വീകരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആഹാരം ഏതാണെന്ന് നോക്കി ആ വ്യക്തിയുടെ സ്വഭാവം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഈ 17-ാം അധ്യായത്തില് നമ്മള് ത്രിഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. അതെ. അപ്പൊ അതും ഈ ആഹാരവുമായിട്ട് എന്തെങ്കിലും ഒരു കോറിലേഷൻ എന്തെങ്കിലും? അതെ. ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവത്തെ നിർവചിക്കുന്നതാണ്. നമ്മുടെ സ്വഭാവത്തിനെ രൂപീകരിക്കുന്നത്. ഇപ്പം നമ്മുടെ നമ്മുടെ എല്ലാം വലിയ ഒരു വേവലാതിപ്പെടുന്ന വിഷയമാണ് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം. നമ്മുടെ മാതാപിതാക്കൾ വളരെയധികം പരാതി പറയുന്നു. ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. കുട്ടികൾ ഇപ്പോൾ വേറെ രീതിയിലാണ് വളരുന്നത് എന്ന് പറയുന്നു. പക്ഷേ അവരുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ സ്വഭാവത്തിനെ രൂപീകരിക്കാൻ സാധിക്കും. ഇത് ഛാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഛാന്തോക്യ ഉപനിഷത്തിൽ 7.26.2 പറയുന്നുണ്ട്. ആഹാരശുദ്ധോ സത്വശുദ്ധി, സത്വശുദ്ധോ ധ്രുവാസ്മൃതി. ആഹാരം നമ്മുടെ ഓർമ്മശക്തിയുമായി പോലും ബന്ധപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. നമ്മളിപ്പോൾ ആഹാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ രുചി എങ്ങനെയാണ് എന്ന് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് നല്ല രുചിയുള്ള ആഹാരമാണ് എന്ന് മാത്രം അധികം അതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പം ഞാൻ കോഴിക്കോടൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അവിടെ കോഴിക്കോട് നമ്മൾക്ക് പൊരിച്ച ഐസ്ക്രീം കിട്ടും. പൊരിച്ച ഐസ്ക്രീം. പൊരിച്ച ഐസ്ക്രീം. അപ്പം ഇത് വളരെ നമ്മുടെ ശാസ്ത്രമനുസരിച്ച് വിപരീത സ്വഭാവങ്ങളുള്ളതാണ്. അല്ല, ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തണുത്ത ആയിരിക്കേണ്ടതാണ്. നമ്മുടെ കൺസെപ്റ്റിൽ തന്നെ അങ്ങനെയാണ്. പക്ഷെ അതിനെ പൊരിച്ചിട്ട് നമ്മൾക്ക് തരും. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഒരു പുതിയ രുചി നാവിന് നൽകാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ഓർമ്മശക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ആഹാരശുദ്ധോ സത്വശുദ്ധി. ആഹാരം, നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമാണെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള സൂക്ഷ്മ ന്യൂറോൺസിനെ അതിന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ജെറ്റ് എൻജിനിൽ ഉപയോഗിക്കുന്ന ഇന്ധനവും മറ്റ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനവും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ ഒരു വണ്ടിയിൽ ഒഴിക്കുന്ന ഇന്ധനം നമ്മൾ ജെറ്റ് എൻജിനിൽ ഒഴിക്കാറില്ല. വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് പെട്രോളിയമാണ് നമ്മൾ, കെറോസിൻ്റെ ഏറ്റവും ശുദ്ധീകരിച്ച ഫോമാണ് നമ്മൾ ജെറ്റ് എൻജിനിൽ ഉപയോഗിക്കുന്നത്. ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ എന്ന് പറയും അല്ലേ? അതെ, അതിൻ്റെ ATF. അതെ. ഞാനതിൽ അത്ര അതെ, അതെ. പറഞ്ഞോളൂ. സാങ്കേതികമായിട്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നമാണ് കെറോസിനാണ് ജെറ്റ് എൻജിനിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ പെട്രോൾ ഒഴിച്ചാൽ പോരെ? അതും ഫ്യൂവൽ തന്നെയല്ലേ? അതും ആഹാരമല്ലേ? അതും ഭക്ഷണമല്ലേ? അതും കൊടുത്താൽ ഓടില്ലേ എന്ന് ചോദിച്ചാൽ ഓടുമായിരിക്കാം. പക്ഷേ അതിൻ്റെ എൻജിൻ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തകരാറിലാവും. മാത്രമല്ല അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരം ഒരു യന്ത്രമായിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. യന്ത്രാരൂഢാനി മായ എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ യന്ത്രത്തിന് ഏത് ഫ്യൂവലാണ്, ഏത് ആഹാരമാണ് കൊടുക്കേണ്ടത്, ഏത് ഫ്യൂവൽ കൊടുത്തു കഴിഞ്ഞാലാണ് ഇതിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ഗീതയിലും മറ്റു ശാസ്ത്രങ്ങളിലും വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ 3 തരത്തിലുള്ള ആഹാരത്തെക്കുറിച്ചാണ് 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്.
അതിൽ യഥാർത്ഥത്തിൽ ആഹാരത്തിനെയല്ല വിഭജിക്കുന്നത്. ഏത് തരത്തിലുള്ള ആഹാരത്തിനെ ഇഷ്ടപ്പെടുന്നുവോ അതിനനുസരിച്ച് 3 തരത്തിലുള്ള സ്വഭാവമുള്ള വ്യക്തികളുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ ഒരു വ്യക്തിക്ക് കുറച്ച് ആഹാരം കൊടുത്തു നോക്കുക. 3 വിഭാഗത്തിലുള്ള ആഹാരവും നമ്മൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാം. ഇദ്ദേഹം ഏത് തരത്തിലുള്ള ആഹാരമാണ് സ്വീകരിക്കുന്നത് എന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ അപ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഏതൊക്കെ തരത്തിലുള്ള ആഹാരമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഭഗവാൻ സാത്വികമായിട്ടുള്ള ആഹാരങ്ങളുണ്ട്, രജോ ഗുണത്തിലുള്ള ആഹാരങ്ങളുണ്ട്. ചില ആഹാരങ്ങൾ നമ്മൾക്ക് ആരോഗ്യം നൽകുന്നതാണ്. ബലാരോഗ്യ എന്നാണ് പറയുന്നത്. ആയുസ്സ് വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ സാത്വിക ഗുണം വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ഒരു സുഖം തോന്നുന്നത്. ചില ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് ഒരു തൃപ്തി അനുഭവപ്പെടും. അല്ലേ? ആഹാരം എന്ന് പറയുന്നത് രുചി മാത്രമല്ല, നമ്മൾക്ക് തൃപ്തി കൂടി നൽകുന്നതാണ്. അല്ലേ? ചില ആഹാരം അതെ. നമ്മൾക്ക് രുചിയായി തോന്നും. ചില ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയായി എന്ന് തോന്നും. രണ്ടും വ്യത്യാസമുണ്ട്. അല്ലേ? നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് രുചിയല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾക്കൊരു തൃപ്തി ഉണ്ടാകും. അതെനിക്ക് അനുഭവമുണ്ട്. പലപ്പോഴും നമ്മള് ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹോട്ടലിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഒരു ഹോട്ടൽ ഹരമായിട്ട് തോന്നും. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസം ദോശയാവാം, പൂരിയാവാം, ചപ്പാത്തിയാവാം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ ഓർഡർ ചെയ്താൽ കിട്ടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന് അമ്മയുടെ ആഹാരം കഴിക്കുന്ന ആ സംതൃപ്തി ഉണ്ടല്ലോ. ചിലപ്പോൾ ജസ്റ്റ് തൈരും ചോറും മോരുമുളകും ആയിരിക്കും. പക്ഷെ ആ തൃപ്തി പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് ശരിയാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് അതെ, കിട്ടിയാൽ മതി. അത് അതെ. നമ്മൾക്ക് അപ്പോൾ രുചി യഥാർത്ഥത്തിൽ മാത്രമല്ല തൃപ്തിയും ഒരു വിഷയമാണെന്ന് പറയും. തൃപ്തിയുമാണ്. അമ്മയുടെ വിഷയമായിട്ട് വരുന്ന സമയത്ത് അത് സ്നേഹം കൂടിയാണ്. അപ്പോൾ ആഹാരം നമ്മൾ ശാസ്ത്രത്തിൽ പഠിക്കുന്നത് നമ്മൾക്ക് ഊർജ്ജം നൽകുന്നു എന്ന് മാത്രമാണ്. പക്ഷേ നമ്മൾക്ക് തൃപ്തി നൽകുന്നു. ഭഗവാൻ പറയുന്നു നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ടാകുന്ന ആഹാരം നമ്മൾ കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളും വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചില ആഹാരങ്ങൾ നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരമുണ്ട്. നമ്മൾ അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ, ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിക്കുന്നത്. പക്ഷെ ഏത് ആഹാരം നമ്മൾ സ്വീകരിച്ചത് കൊണ്ടും നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാകണമെന്നില്ല. ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ള ആരോഗ്യം കുറയുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. രജോ ഗുണത്തിലുള്ള ആഹാരമായിട്ട് ഭഗവാൻ അത് പറയുന്നുണ്ട്. കഡ്ഡംള ലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷ വിദാഹിന. കൂടുതൽ ഉപ്പ്, കൂടുതൽ പുളിപ്പ്, കൂടുതൽ എരിവ്, ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നതോട് നമ്മുടെ ഉള്ള ആരോഗ്യം നശിച്ചു പോകും. മാത്രമല്ല ദുഃഖശോകാമയപ്രദ എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള അതൃപ്തി നമ്മൾക്ക് ഇല്ലാതാകും. നമ്മൾ വിചാരിക്കും എന്തോ ഒരു സുഖമില്ല. ഈ സ്ട്രെസ്സൊക്കെ അതെ, തീർച്ചയായിട്ടും. സ്ട്രെസ്സ് പോലെ മീൻസ് നമ്മൾക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു സുഖമില്ല എന്ന് പറയും ചില സമയത്ത്. എനിക്കൊരു മൂഡില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, സുഖം അനുഭവപ്പെടുന്നില്ല എന്ന് തോന്നും. പക്ഷേ ഇദ്ദേഹം എന്താണ് കഴിച്ചതെന്ന് നോക്കണം. ആ ഒരു ബന്ധം നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് അവർ കണക്കാക്കുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ സുഖവും നമ്മുടെ മനസ്സിൻ്റെ സമാധാനവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഗീതയിൽ പറഞ്ഞു തരുന്നു. ചില ആഹാരങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും വർജിക്കേണ്ടതാണ്. അത് മനുഷ്യൻ കഴിക്കാൻ കൊള്ളാത്തതാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് വിസർജ്യ വസ്തുക്കൾ, മറ്റു ജീവികളെ കൊന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, അതേപോലെ പാകം ചെയ്ത് കൂടുതൽ സമയം കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമൊക്കെ മനുഷ്യന് കഴിക്കാൻ തീരെ യോഗ്യമല്ല. അത് നമ്മുടെ സിസ്റ്റത്തിനെ, നമ്മുടെ മനസ്സിനെ വളരെയധികം വിപരീതമായിട്ട് ബാധിക്കുമെന്നും പറഞ്ഞു തരുന്നുണ്ട്. ഈ മൂന്നാമത്തെ പറഞ്ഞ കാറ്റഗറി നോക്കുമ്പോൾ ഇക്കാലത്ത് മിക്കവാറും ആ കാറ്റഗറിയിലുള്ള ആഹാരങ്ങളാണെന്ന് തോന്നുന്നു. കാര്യം ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഒരു ജനറ്റിക് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് അല്ലേ, അങ്ങനെയുള്ള ആഹാരങ്ങളാണ് നമുക്ക് വരുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ ഭഗവത്ഗീത അനുസരിച്ച് 3 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറും. അതിൽ നിന്നും ഒരു ഗന്ധം വമിക്കാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിന്ന് ഫ്രിഡ്ജിൽ വെച്ച് 3 ദിവസം കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടി എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അല്ലേ? മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞു ഇങ്ങനെ
എന്തിനെങ്കിലും കൊന്നിട്ട് കഴിക്കുന്നത് ഈ പറഞ്ഞ തമോ ഗുണത്തിലാന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ചീരയൊക്കെ നമ്മള് അരിഞ്ഞല്ലേ നമ്മള് കഴിക്കുന്നത്. അപ്പൊ അതൊക്കെ അതും തമോ ഗുണത്തിലാവുന്നതാണോ പറയുന്നത്? അതെ, അവിടെയാണ് നമ്മുടെ വിവേചന ബുദ്ധി നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ജീവിയെ ആശ്രയിക്കാതെ നമ്മൾക്ക് ആഹാരം കിട്ടുന്നില്ല. അപ്പോൾ വിവേചന ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ സാധിക്കും, ഒരു തക്കാളി മുറിക്കുന്നത് പോലെ തന്നെയാണോ ഒരു ജീവിയുടെ കഴുത്തറുക്കുന്നത്? അത് ഒരേപോലെയാണ് എന്ന് ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക്, സംസ്കാരമുള്ള ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുമോ? ഒരു ജീവിയുടെ കഴുത്തറുത്ത് കൊല്ലുന്നത് പോലെയല്ല ഒരു തക്കാളി ഒരു കുട്ടി മുറിക്കുന്നത്. നമ്മൾക്ക് ഒരു കുട്ടിയോട് പറയാം, "ഈ തക്കാളി എടുത്ത് മുറിച്ച് തരൂ" എന്ന് പറയാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലെങ്കിലും ചെയ്യുമോ? ഒരു മുയലിനെ എടുത്തിട്ട് കുട്ടിയോട് പറയും, "ഇതിൻ്റെ കഴുത്തറുത്ത് തരൂ." അപ്പോൾ അതിൽ തമ്മിൽ വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ ഒരു മനുഷ്യക്കുട്ടിയെ തന്നെ കൊടുത്തിട്ട് അത് അങ്ങനെയും അത് പറയല്ല. അതിനേക്കാൾ ആ കൂടിയ വാദം ഒരു അതെ. അപ്പൊ നിലവാരമാണ്. അതില് വ്യത്യാസം ഉണ്ടെന്ന് പറയും. തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. അത് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നില്ല. ഒരു ജീവിയെ കൊല്ലാൻ നമ്മൾ നമ്മുടെ കുട്ടിയോട് പറയുമോ? പറയില്ല. പക്ഷേ നമ്മുടെ അടുക്കളയിൽ ഒരു മാങ്ങ മുറിച്ച് തരാൻ പറയും. അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്ത് തരാൻ പറയും. കാരണം അതുകൊണ്ട് ആ കുട്ടിക്ക് ദോഷമില്ല എന്ന് നമ്മൾക്കുള്ളിൽ അറിയാം. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ വിവേചന ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും നമ്മളത് ആ ഒരു രീതിയിൽ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതനുസരിച്ച് ഈ വെജ്, നോൺ വെജ് എന്നുള്ള ഒരു ഡ്യുവൽ വിവേചനമല്ല. അതിലും ഉപരി ഭഗവത്ഗീത അനുസരിച്ച് ഈ 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് സത്വ, രജസ്, തമസ് എന്നുള്ള രീതിയിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ഭഗവത്ഗീതയിൽ യഥാർത്ഥത്തിൽ നാലാമത് ഒന്നുകൂടിയുണ്ട്. അത് ശരി. ഭഗവത്ഗീതയിൽ 3 വിഭാഗം മാത്രമല്ല, അതിനുപരിയായി നാലാമത് ഒന്നുകൂടിയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 ഗുണങ്ങളെയും നമ്മൾക്ക് അധികരിക്കാൻ സാധിക്കും. ഭഗവാൻ പറയുന്നുണ്ട്, ഈ ഭക്ഷണം സ്നേഹപൂർവ്വം ആരാണോ എനിക്ക് നൽകുന്നത്, അത് ഞാൻ സ്വീകരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാനും ഭക്ഷണം സ്വീകരിക്കാൻ സാധിക്കും. നമ്മൾക്ക് ഇന്ദ്രിയങ്ങളുള്ളതുപോലെ ഭഗവാനും ഇന്ദ്രിയങ്ങളുണ്ട്. മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിക്കുന്നത് പോലെ ഭഗവാനും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ സ്നേഹപൂർവ്വം അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കുന്നുണ്ടല്ലോ. ഒരു കുട്ടി ഓടി വന്ന് ഒരു ചോക്ലേറ്റ് അച്ഛന് കൊടുത്തു. അത് അച്ഛൻ സന്തോഷപൂർവ്വം സ്വീകരിക്കും. എന്തുകൊണ്ടാണ്? അച്ഛന് ചോക്ലേറ്റ് വാങ്ങാൻ പണമില്ലാഞ്ഞിട്ടാണോ? അല്ല, അതൊരു സ്നേഹത്തിൻ്റെ കൈമാറ്റമാണ്. ചിലപ്പോൾ അച്ഛനായിരിക്കും മേടിച്ചു കൊടുത്തത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈശ്വരന് എന്തിനാണ് ആഹാരം? അത് ഒരു സ്നേഹത്തിൻ്റെ കൈമാറ്റമാണ്. ഭഗവാൻ പറയുന്നു, സ്നേഹപൂർവ്വം നിങ്ങൾ അത് നൽകുകയാണെങ്കിൽ ഞാനത് തീർച്ചയായും സ്വീകരിക്കുമെന്ന് പറയും. അത് യഥാർത്ഥത്തിൽ സാത്വികമായിട്ടുള്ള ഭക്ഷണമല്ല, ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്ഷണമാണ്. അത് ഈ 3 വിഭാഗങ്ങൾക്കും ഉപരിയാണ്. ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്ഷണം നമ്മൾക്ക് വേണമെങ്കിൽ അത് ഭഗവാന് കൊടുത്ത് അതിൻ്റെ ആ പ്രസാദം നമ്മൾക്കും പ്രായോഗികമായിട്ട് നമ്മൾക്ക് അനുഭവം ഉണ്ടാകും. നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രസാദം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ അതൊരു പ്രത്യേക രുചി, ആ ഒരു അമ്പലത്തിലെ പ്രസാദമാണ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിന് പ്രത്യേക രുചി നമ്മൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും. അത് ഭഗവാന്റെ പ്രസാദമാണ്. പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം എന്നും അർത്ഥമുണ്ട്. ഭഗവാന് നമ്മളോടുള്ള ആ സന്തോഷമാണ് ആ ഭക്ഷണത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹരേ കൃഷ്ണയിലെ ഭക്തന്മാർ സാത്വികമോ രജോ ഗുണമോ ആയിട്ടുള്ള ഭക്ഷണമല്ല ഉദ്ദേശിക്കുന്നത്. ഭഗവാന് കൊടുത്ത് സ്നേഹപൂർവ്വം ഭഗവാന്റെ ആ പ്രസാദമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈവൻ ക്രിസ്ത്യൻസിൻ്റെ കേസ് നോക്കിയാൽ പലരും ആത്മാർത്ഥമായിട്ട് ഗ്രേസ് എന്ന് പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ട് ദൈവത്തിന് സമർപ്പിച്ചൊക്കെ അവർ കഴിക്കാറുണ്ട്. അപ്പോൾ അതേ ഒരു തത്വം തന്നെ ആയിരിക്കും ഇത്. എല്ലാ സംസ്കാരങ്ങളിലും നമ്മൾക്ക് കാണാൻ സാധിക്കും. എല്ലാ സംസ്കാരങ്ങളിലും ഗോത്രവിഭാഗങ്ങളിലുമെല്ലാം അവർക്ക് ലഭിച്ചിട്ടുള്ള ആഹാരം അത് തന്നിട്ടുള്ള ഈശ്വരന് സമർപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതൊരു നന്ദിയുടെ സൂചനയാണ്. ഈവൻ നമ്മൾ വിളവെടുപ്പ് സമയത്ത് ഇപ്പോൾ ഓണം, വിഷു ഒക്കെ പോലുള്ള ഉത്സവങ്ങളും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും. യെസ്. ആ സമയത്തെല്ലാം ഇപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അവർ ആദ്യത്തെ വിളവെടുപ്പ് പുത്തരി ഭഗവാന് സമർപ്പിക്കും. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല.
ഇത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഈ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് നന്ദി സൂചിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ അത് സമർപ്പിക്കുന്നു. ആഹാരം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ആഹാരം നമ്മൾ സമർപ്പിക്കുന്നു. അത് പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു സൂചനയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രയും ആഴത്തിൽ നമുക്ക് കാര്യങ്ങൾ പങ്കുവെച്ച, നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച നമ്മുടെ വിജയമുകുന്ദ പ്രഭുവിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. അത് മാത്രമല്ല, കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ ഇത് ഒരു ഫുഡ് ഫോർ തോട്ട് എന്ന് പറയാം. ഇതൊരു ചിന്താ വിഷയമാണ്. കാരണം ആഹാരം എന്ന് പറയുന്നത് നാവിൻ്റെ രുചിക്ക് മാത്രമോ നമ്മുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി നമ്മൾ എന്തോ കഴിച്ചു പോകുന്നത് എന്നുള്ളതിനുമൊക്കെ ഉപരി ഒരു സ്നേഹത്തിൻ്റെ പ്രകടനവും സ്നേഹവിനിമയത്തിൻ്റെ ഒരു മാധ്യമവുമായും നമുക്ക് ആഹാരത്തെ കാണാമെന്നും, അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹവിനിമയം മാത്രമല്ല, അതിലും കവിഞ്ഞ് ഭഗവാനും ഈശ്വരനും നമ്മളും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ വിനിമയത്തിൻ്റെ ഒരു മാധ്യമവുമായി ആഹാരത്തിനെ നമുക്ക് അങ്ങനെ ആ ഒരു വീക്ഷണകോണിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളൊരു പുതിയൊരു അറിവ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ആദ്യത്തെ ഒരു ചർച്ചയാവട്ടെ. ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ കാര്യങ്ങളുണ്ടെന്ന് തന്നെ എനിക്ക് പ്രത്യാശയുണ്ട്. സോ ഈ ഒരു സീരീസ് നമുക്ക് തുടരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പേരിൽ വിജയമുകുന്ദ പ്രഭുവിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ആഹാരത്തിന് ജീവിതത്തിൽ എന്താണ് ഒരു റോളായിട്ടുള്ളത്? നമ്മുടെ ബോധം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളുണ്ട്. ആത്മാവിനും നമ്മൾക്ക് ആഹാരം നൽകേണ്ടതുണ്ട്. ഞാനൊരു പ്രായോഗികമായ ചോദ്യം ചോദിക്കട്ടെ. അതെ. ചിലപ്പോൾ പേഴ്സണൽ ആയിരിക്കാം, എന്നാലും മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും കല്ലിന് മുന്നം ഒരു സൗരം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാത്മോ ബ്രഹ്മണാഹുതം ബ്രഹ്മേവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഇത് കഴിക്കുമ്പോൾ താങ്കളിൽ വ്യക്തിപരമായിട്ടുണ്ടായ എന്തെങ്കിലും അവബോധ മാറ്റം, അതെന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? നമ്മൾ ഒരു കാര്യം ചിന്തിക്കണ്ട എന്ന് വിചാരിച്ചാലും അതിനെ തടഞ്ഞു നിർത്താൻ നമ്മൾക്ക് സാധിക്കില്ല. നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ ഹിസ്റ്ററി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. ഏത് തരത്തിലുള്ള ആഹാരത്തിനാണ് മനുഷ്യൻ യോഗ്യനായിരിക്കുന്നത്? അപ്പോൾ മനുഷ്യന് അനുവദനീയമായ ആഹാരം എന്താണ് സത്യം പറഞ്ഞാൽ? ഓരോ തരത്തിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഫലം നമ്മളുടെ മനസ്സിലും നമ്മുടെ ബുദ്ധിയിലും ഉണ്ടാകുന്ന ഫലം വ്യത്യസ്തമായിരിക്കും. യോദ്ധാവാണെന്നിരിക്കട്ടെ, ഇപ്പോൾ ആർമിയിലാണെന്നിരിക്കട്ടെ, അവർ ഈ പറയുന്ന സാത്വികമായ ആഹാരം കഴിക്കുമ്പോൾ അവരുടെ ആ ഒരു ശൗര്യത്തിന് കുറവ് വരാനൊരു സാധ്യതയില്ലേ? അപ്പോൾ അതൊരു മതപരമായ ചടങ്ങായി കുറച്ച് പേരെങ്കിലും അതിനെ കാണില്ലേ? എല്ലാ സസ്യങ്ങളെയും നമ്മൾ ആഹാരമാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നില്ല. ചിലത് വിഷമായിരിക്കും. ആ രണ്ട് ആഹാരങ്ങളും തമ്മിലൊരു അജഗജാന്തരം ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാവുന്നു. ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് ആഹാരം.